നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവാൻ താല്പര്യമുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഡിങ് വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡായിട്ട് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു IT ഫീൽഡിൽ നല്ലൊരു ജോബിന്റെ സാധ്യത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ എന്താണ് +2 കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിഗ്രിയും കാര്യങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി എടുത്തവരാണ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ ജോബ് ഒന്നും ഇവിടെ ഇല്ലാത്തത് കാരണം നിങ്ങൾ ഗൾഫിലോട്ടോ മറ്റൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ നിങ്ങൾ ജോബ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ടൈം നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? IT ഫീൽഡിൽ നല്ലൊരു ജോബ് തന്നെ സെറ്റ് ആക്കാൻ പറ്റും. അപ്പൊ ഇതെങ്ങനെയാണ് സെറ്റ് ആക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് IT ഫീൽഡിൽ നല്ലൊരു ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് പാഷനായിട്ട് എടുക്കണം. നിങ്ങൾ വളരെയധികം രസത്തോടെയും ഇൻട്രസ്റ്റോടെയും കൂടിയും കോഡിങ് ചെയ്തു തുടങ്ങുക. ഒരുപാട് ബഗ്സും കാര്യങ്ങളും എറേഴ്സ് ഒക്കെ വരുന്നൊരു ഫീൽഡാണ്. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് എന്താവും, ഒരുപാട് എറേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്ത് പോയാമല്ലോ എന്നൊക്കെ ചിലപ്പോൾ തോന്നും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് എടുക്കുക. കോഡിങ് ഡെയിലി പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഡെയിലി ഫസ്റ്റ് ഡേ തുടങ്ങുന്നത് പോലെ ആയിരിക്കില്ല ചിലപ്പോൾ 100 ഡേ ആവുന്ന ടൈമിൽ നിങ്ങൾക്ക് വന്ന ഇമ്പ്രൂവ്മെന്റ്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാ, ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എവിടെ നിന്ന് നിങ്ങൾ പഠിച്ചു തുടങ്ങണം, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിനെ കുറിച്ച് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആദ്യം എന്ത് വേണം, നിങ്ങൾ ഓരോ സ്റ്റാക്കും എടുത്ത് പഠിക്കണം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് കോഴ്സസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഫുൾ സ്റ്റാക്ക്, അതുപോലെ തന്നെ പൈത്തൺ, അതുപോലെ തന്നെ ഒരുപാട് കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അഡ്വർടൈസ്മെന്റും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. 6 മന്ത് കോഴ്സ്, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, IT ഫീൽഡിൽ നല്ലൊരു ജോബ് എൻ്റർ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇതൊക്കെ നിങ്ങൾ ഇതിലോട്ടൊക്കെ എടുത്ത് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ പഠിക്കുക ആദ്യം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്താണ് കോഡിങ്, അതുപോലെ തന്നെ നമുക്ക് ഇത് പറ്റുന്ന പരിപാടിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അത് ട്രൈ ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാപ്ടോപ്പ്. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, ഒരു സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് എങ്കിലും എന്ത് ചെയ്യുക, ആദ്യം സെറ്റ് ആക്കുക. എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യാം, കോഡിംഗ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ എന്താണ് കോഡിങ് എന്നൊക്കെ മനസ്സിലാക്കാൻ നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് ആദ്യം ബിഗിനേഴ്സിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തു തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്, പാറ്റേൺ പ്രിന്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാർ പാറ്റേൺ, അതുപോലെ തന്നെ നമ്പേഴ്സ്, ആൽഫബറ്റ്, ഇതൊക്കെ പല രീതിയിലായിട്ട്, ഈവൻ ബട്ടർഫ്ലൈന്റെ രൂപത്തിൽ, അങ്ങനെ പല രീതിയിലായിട്ട് എന്ത് ചെയ്ത് നോക്കുക, പ്രിന്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ എങ്ങനെയാ പ്രിന്റ് ചെയ്യുന്നത്, കൺസോളിൽ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു നിങ്ങളുടെ സ്ക്രീനിൽ തന്നെ പ്രിന്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ എന്ത്, കുറച്ച് കോഡും കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് വരുന്ന കുറച്ച് കോഡ്, അതുപോലെ തന്നെ അതിന്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടു പഠിക്കാം നിങ്ങൾക്ക്. പിന്നെ വേണ്ടത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറേ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് എന്ത് പറയുന്നത്, അറേ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പൊ അറേ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്ത് നോക്കാം, നിങ്ങൾ ബേസിക് മുതൽ തന്നെ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ ഒരുപാട് വീഡിയോസ് അറേനെ കുറിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറേ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളിപ്പോ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എന്തുണ്ട്, അറേ റിലേറ്റഡ്, അതായത് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ ഏതൊരു ആപ്ലിക്കേഷനോ എന്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ അതിൽ എന്തുണ്ടാവും, ഒരുപാട് യൂസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ യൂസേഴ്സിന്റെ ഒക്കെ എന്ത് ഡാറ്റ കളക്ട് ചെയ്യണം, അപ്പൊ ഇതൊക്കെ സ്റ്റോർ ചെയ്യണം. അപ്പൊ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഇതെങ്ങനെ വളരെ എഫിഷ്യന്റ് ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് റിട്രീവ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അറേയില് വളരെയധികം ഡിഫറെന്റ് ആയിട്ടുള്ള രീതികളൊക്കെ നമ്മൾ ഉപയോഗിക്കും. അപ്പൊ ഇതൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിഗിനേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് അറേ എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനൊക്കെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് കണ്ടുപഠിക്കുക. പിന്നെ നോക്കേണ്ടത് എന്താണ്, ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ ഒരു കാര്യം പല സ്റ്റാക്കിലൊക്കെ നമ്മൾ നോക്കുന്ന ടൈമിൽ അവിടെ ഒബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിരിക്കും അവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ കുറിച്ച് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, അതുമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്ത് ചെയ്യുക, ആ ഒരു കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന ലാംഗ്വേജിൽ ചിലപ്പോൾ ക്ലാസ് ഒബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒക്കെ കൺസെപ്റ്റ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോ നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് എടുത്ത് പഠിക്കുന്നവരാണെങ്കിൽ അതൊരു ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ അതിനുള്ള ഒരു യൂസ് ആണ്. അപ്പൊ ബിഗിനേഴ്സ് എന്ത് ചെയ്യുക, ഈ ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട്
ഒന്ന് സെറ്റ് ആവുക. എന്നിട്ട് പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് എന്താ, നിങ്ങൾക്ക് വെബ് ഡെവലപ്മെന്റ് ആണോ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ആണ്, നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അല്ലെങ്കിൽ പലർക്കും അല്ല സൈബർ സെക്യൂരിറ്റി അതുപോലെ തന്നെ എത്തിക്കൽ ഹാക്കിംഗ്, അങ്ങനെ പല രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇവരൊക്കെ നിങ്ങൾ കോഡിങ്ങിലോട്ട് ഫസ്റ്റ് പോകുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യണം, ആദ്യം ഈ ബേസിക് കാര്യങ്ങളൊന്ന് നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് ഓക്കെ എനിക്ക് ഏത് അറേ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എങ്ങനെ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കോഡിങ്ങുമായിട്ട് നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ആദ്യം എത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഏതാണോ ലാംഗ്വേജ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഫുൾ സ്റ്റാക്ക് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട് ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡ്, അങ്ങനെ ഒരുപാട് രീതിയിൽ പല രീതിയിൽ എന്ത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ ഏതിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആവാൻ പറ്റും. അതുപോലെ തന്നെ API ഡെവലപ്മെന്റ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, ബാക്ക് എൻഡും കാര്യങ്ങളൊക്കെയാണ് ഒരാൾക്ക് ഇൻട്രസ്റ്റഡ്. കോഡിംഗ് ആയിട്ട് വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഈ ബിഗിനേഴ്സിന് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷമാണ് ആ ഒരു കാര്യങ്ങൾ നോക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വീഡിയോസും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ച് ബിഗിനിങ് സെറ്റ് ആക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള സ്റ്റാക്ക് ഏതാണോ അതിനെ കുറിച്ച്, ഏതാണ് സ്റ്റാക്ക് എടുക്കാൻ പോകുന്നത് എങ്കിൽ ആ ഒരു സ്റ്റാക്കിനെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത് എടുക്കാൻ പോവാ. ഓക്കെ, എന്നിട്ട് എടുത്തിട്ട് അതിൽ കംപ്ലീറ്റഡ് ആയിട്ട് ഒരു നോളജ്, പിന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ ഓരോ സ്റ്റാക്കിൽ നിന്ന് ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്ന രീതി നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു സ്റ്റാക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്ന രീതിയിലാക്കുക. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പലരും എന്ത് ചെയ്യാം, ബിഗിനേഴ്സ് പഠിക്കുന്ന ടൈമിൽ ചിലപ്പോൾ അറേ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ പാറ്റേൺ ഊപ്സ് ഇതൊക്കെ പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് പഠിച്ചു കഴിഞ്ഞ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം എന്ത് ചെയ്യും, അടുത്തതിലോട്ട് പോകുന്ന രീതിയിൽ, പിന്നെ അത് കഴിഞ്ഞാൽ മറ്റൊന്നിലോട്ട് പോകും. അങ്ങനെ പഠിക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മൂന്ന് കാര്യം ബിഗിനേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ ഇത് മൂന്നും പഠിക്കുന്ന ടൈമിൽ മൂന്നിന്റെയും ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കൺസെപ്റ്റ് ഒക്കെ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോ നിങ്ങളെ മറന്നു പോകാം. ചിലപ്പോൾ പാറ്റേൺ വർക്ക്ഔട്ട് ചെയ്തതിന് ശേഷം കുറെ ദിവസം കഴിഞ്ഞിട്ട് ഒരു 1 വീക്കിന് ശേഷം എന്ത് ചെയ്യാം, അരേ ക്വസ്റ്റ്യൻസ് നോക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ പിന്നെ അരേ തുടങ്ങി. അരേ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അരേ ക്വസ്റ്റ്യൻസ് ഒരു 1 വീക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഊപ്സ് പഠിക്കുന്ന ടൈമിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ മറന്നു പോകും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം നിങ്ങൾ ഇത് 3 കാര്യങ്ങളെ നമ്മൾ പഠിക്കുന്നുള്ളൂ ബിഗിനേഴ്സ്. ഓക്കെ, അപ്പോ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, HTML CSS ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഒരു സ്വന്തം പോർട്ട്ഫോളിയോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വെബ് ഡെവലപ്പറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലട്ടറോ, നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യുന്നത്, ഒരു ആപ്പ് ഡെവലപ്പറോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് IT ഫീൽഡിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എന്തിന്റെ ജോബ് വേക്കൻസീസ് അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബേസിക് ആദ്യം ഒന്ന് സെറ്റ് ആക്കുക. അപ്പൊ എത്ര കാര്യങ്ങളുള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാന്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് എന്ത് ചെയ്യുക, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം പലരും ഗൾഫിലോട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക വേറെ ജോബും കാര്യങ്ങളൊക്കെ നോക്കുന്നവരുണ്ടാവും. അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതുപോലെ തന്നെ വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് IT ഫീൽഡിൽ ഈ ഒരു വെബ് ഡെവലപ്മെന്റ്. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് കമന്റ് ആയിട്ട് ചെയ്താൽ മതി. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. See you.